യുദ്ധം ആരംഭിച്ചു. അവസാനം ദൈവം വാൾ ഉപയോഗിച്ച് മഹിഷാസുരന്റെ ശിരസ് വെട്ടി താഴെയിട്ടു. അതോടുകൂടി മഹിഷാസുരൻ ദേവഗണങ്ങൾ പുഷ്പവൃഷ്ടി നടത്തി. ഈ സമയത്ത് ദേവവാദികളെല്ലാം ചെന്ന് ദേവി സ്തുതിക്കുന്നു. ഇതാണ് ദേവി മഹാത്മ്യത്തിലെ പ്രസിദ്ധമായ രണ്ടാമത്തെ ദേവി സ്തുതി. അത് വേദാന്ത സങ്കല്പത്തിലാണ് ദേവി സ്തുതിക്കുന്നത്. ആ സ്തുതി കേട്ട് ദേവി അനുഗ്രഹിച്ചു. ഈ ചരിത്രം വായിക്കുന്നത്, ഈ ചരിത്രപഠനം ഗ്രഹിക്കുന്നത്, ഈ സ്തുതി നിരന്തരം ജീവിക്കുന്നവർക്ക് എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കുന്നതാണ് എന്ന് ദേവി തന്നെ നേരിട്ട് അനുഗ്രഹിച്ചു കൊടുക്കുക. അതാണ് ദേവി മഹാത്മ്യത്തിന്റെ പ്രാധാന്യം. വിഷ്ണു സഹസ്രനാമത്തിന്റെ മഹിമ പറഞ്ഞത് വ്യാസഭഗവാനാണ്. ദേവി മഹാത്മ്യത്തിന്റെ പ്രാധാന്യം പറയുന്ന ആരാണ്? ദേവി തന്നെയാണ്. ഇത് ജയിച്ചാൽ ഞാൻ ഇതൊക്കെ ചെയ്തോ നേരിട്ടുള്ള ഗ്യാരണ്ടിയാണ്. ദേവി മഹാത്മ്യത്തിന്റെ പ്രാധാന്യം. അങ്ങനെ ആ ദ്വിതീയ ചിഹ്നം കഴിഞ്ഞു. തൃതീയ ചിഹ്നം ആരംഭിക്കുന്നത് ശുംഭ നിശുംഭന്മാരുടെ കഥയാണ്. ശുംഭനെയും നിശുംഭനെയും വധിച്ചത്. അതിൽ സംസ്കൃതത്തിൽ ശുംഭൻ നിശുംഭൻ എന്നാണ് സാരാണ് ഉപയോഗിക്കുക. അത് രണ്ട് കേട്ടാലും നമുക്ക് ഇഷ്ടമുള്ളതാണ് കേട്ടോ. നിശുംഭനെന്നോ നിശുംഭനെന്നോ ഇഷ്ടമുള്ളത്. നമ്മൾ ശുംഭ നിശുംഭ എന്നാണ് സാധാരണ ഉപയോഗിക്കാറ്. വേറെ ശുംഭൻ എന്ന് പറഞ്ഞാൽ കോണശുംഭ എന്ന് പറയുന്നത് മനസ്സിലായില്ല. അപ്പോൾ ശുംഭന്മാര് അവന്മാരെ ഒക്കെ മേടിച്ച് അഹങ്കരിച്ച് നടക്കുക. ഇതൊക്കെ നടക്കുമ്പോൾ നമുക്ക് ചിന്തിക്കുന്നത് എല്ലാവരും പറയാറില്ലേ? അപ്പം പഠിപ്പിക്കാറുള്ളത് ചിലപ്പോൾ പോകും. അങ്ങനെ പോകും. അപ്പോൾ ഭഗവാൻ അങ്ങനെ ആരെങ്കിലും നമ്മളെ ബുദ്ധിക്കാണ് വിളിക്കാനാണ് പറഞ്ഞ് ഉടൻ തന്നെ ഭഗവാനെ അങ്ങനെ അനുഗ്രഹം എനിക്ക് ഇങ്ങനെയൊക്കെ പേരിട്ട് അതെനിക്ക് നന്നായിട്ട് അറിയാമോ എന്ന് വിചാരിച്ച് നമ്മൾ ശുഭ്രമാവില്ല. അതിന് നമ്മളെന്താ